ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, പലപ്പോഴും ഇസ്ലാം വിഭാവനം ചെയ്യുന്ന സ്വർഗത്തെക്കുറിച്ച് കാണുകയും കൂടുതലായിട്ട് അറിയുകയും ഉസ്താദുമാരുടെ വിശദീകരണങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് ലജ്ജ തോന്നിപ്പോകും. കാരണം പ്രലോഭനങ്ങളും പീഡനങ്ങളുമാണ് ഇസ്ലാമിന്റെ മുഖമുദ്ര. നിങ്ങൾക്ക് ഞാൻ അത് തരാം, നിങ്ങൾ ഇത് ചെയ്താൽ. ഇതാണ് പടച്ചവന്റെ ഒരു രീതി. പടച്ചവൻ ഏറ്റവും വലിയവനാണ്, മഹാനാണ്, പടച്ചവനാണ്, സ്തുത്യർഹനാണ്. ഇങ്ങനെയൊക്കെ പടച്ചവനെ കുറിച്ച് പറഞ്ഞാൽ പടച്ചവനോട് നിങ്ങൾക്ക് സ്വർഗം തരും. പടച്ചവനോ മാത്രം ആരാധനകൾ, വഴിപാടുകൾ, നേർച്ചകൾ, സ്നേഹം, അതുപോലെ നമ്മൾ എന്തെങ്കിലും സഹായം ചോദിക്കുന്നെങ്കിൽ ഇതെല്ലാം പടച്ചവന് വേണ്ടി മാത്രം അങ്ങോട്ട് സംവരണം ചെയ്തു കൊടുത്താൽ പടച്ചവൻ നമുക്ക് പരിപാവനമായിട്ടുള്ള സ്വർഗം തരും. എന്നിട്ട് ഖുർആൻ പറയാണ്, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. എന്നെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ നിങ്ങളെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്ന് ഒരു പടച്ചവന്റെ ഗതികേടൊന്ന് ആലോചിച്ച് നോക്കേ. കുറേ മനുഷ്യവർഗത്തെ സൃഷ്ടിച്ചു വിടുക എന്തിന്? എന്നെ പുകഴ്ത്തണം. എൻ്റെ അപധാനതകൾ ഇങ്ങനെ പാടി നിങ്ങൾ പുകഴ്ത്തിക്കൊണ്ടേയിരിക്കണം. അത് കേട്ടിട്ട് എനിക്ക് ഇങ്ങനെ സുഖിക്കണം. മനുഷ്യനുണ്ടാക്കിയ പടച്ചവൻ, മനുഷ്യനുണ്ടാക്കിയ സൃഷ്ടാവിന് മാനുഷികമായിട്ടുള്ള ഒരുപാട് ദൗർബല്യങ്ങളുണ്ട്, ഇമോഷൻസ് ഉണ്ട്. ഇപ്പോൾ ഈ സ്വർഗമില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഇത്ര പോലും മര്യാദയ്ക്ക് ജീവിക്കുമായിരുന്നില്ല. മനുഷ്യനെ കൊല്ലുന്നതും കൊലവിളിക്കുന്നതും കൊള്ളയടിക്കുന്നതും പീഡിപ്പിക്കുന്നതും അന്യമതസ്ഥരെ വെറുക്കുന്നതും ഇതെല്ലാം എന്തിനു വേണ്ടിയാ? നമസ്കരിക്കുന്നത്, സക്കാത്ത് കൊടുക്കുന്നത്, നോമ്പ് പിടിക്കുന്നത്, മക്കയിൽ പോയിട്ട് ഹജ്ജ് ഇതെല്ലാം അള്ളാഹു വിഭാവനം ചെയ്യുന്ന ഈ പെണ്ണും കള്ളുമുള്ള സ്വർഗത്തിന് വേണ്ടിയാണ്. അപ്പോൾ നമ്മുടെ അലിയാർ കാസ്മി വന്നിട്ട് പറയുവാണ്, ഈ ലോകത്ത് നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ സാധിക്കാത്ത സ്വപ്നങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി, ഈ ലോകത്തുള്ള നിങ്ങളുടെ ആഗ്രഹങ്ങൾ, പ്രതീക്ഷകളൊക്കെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണ് പരലോകത്ത് അള്ളാഹു സ്വർഗം വച്ചിരിക്കുന്നത്. ഇനി എങ്ങാനും അള്ളാഹുവിന്റെ ആ സ്വർഗത്തിൽ നിങ്ങൾക്കത് ലഭിക്കില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ തന്നെ നിങ്ങൾ അത് നിറവേറ്റിക്കൊള്ളാൻ. എക്സാമ്പിൾ, ഉമ്മയെ കണ്ടപ്പോൾ ഒരു മോഹം, പെങ്ങളെ കണ്ടപ്പോൾ ഒരു മോഹം. ആ മോഹം നിങ്ങൾക്ക് പരലോകത്ത് അല്ലാഹു സാധൂകരിച്ച് തരുമെന്ന്. അപ്പോൾ 7 സ്റ്റാർ ഫെസിലിറ്റിയുമായി കാത്തിരിക്കുന്ന ഒരു വേശ്യാലയത്തിന്റെ നടത്തിപ്പുകാരനാണ് പടച്ചറബ് എന്ന് ഇവര് തന്നെ സാക്ഷ്യപ്പെടുത്തുവാണ്. കാരണം ഉമ്മയെയും മകളെയും ഒക്കെ കൂട്ടിക്കൊടുക്കുന്ന ഒരു കൂട്ടിക്കൊടുപ്പുകാരൻ. നിങ്ങൾ ഇവിടെ നിങ്ങളുടെ ഉമ്മയുമായിട്ട് ശയിക്കണം എന്ന് ആഗ്രഹിച്ചാൽ അത് നിങ്ങൾക്ക് പരലോകത്ത് നടപ്പിലാക്കി തരുമെന്ന്. ഇനി അങ്ങനെയല്ല, നിങ്ങൾക്ക് പരലോകത്ത് കിട്ടത്തില്ല, നിങ്ങൾക്ക് മരിച്ചു കഴിഞ്ഞാൽ ഒരു സ്വർഗമില്ല, നരകമില്ല, അങ്ങനെയൊക്കെയാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇവിടെ തന്നെ അത് സാധൂകരിച്ചോളാൻ. ഇവനെയൊക്കെ ഷൂട്ട് അറ്റ് സൈറ്റ് അല്ലേ? പക്ഷേ പറയാൻ നിവൃത്തിയില്ല. കാരണം എന്താ? ഇത് മത നിയമമാണ്. അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. മതപുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന വസ്തുതകൾ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഇവർ ഛർദ്ദിച്ചു പോകുന്നതാ. അതിനകത്ത് നമ്മൾ കയറി പിടിക്കുകയും ചെയ്യും. ഇതാണ് സംഭവിക്കുന്നത്. ഇവർക്ക് മുകളിൽ നിന്ന് ഇവർക്ക് നിർദ്ദേശമുണ്ട്, ഇത്തരം വാചകങ്ങളൊന്നും പുറത്തെടുക്കണ്ട, ഇതൊന്നും സമൂഹം പഠിക്കണ്ട. പക്ഷെ അതൊക്കെ ഞങ്ങൾ ചെകഞ്ഞെടുത്ത് പുറത്തിട്ടപ്പോൾ ഇവർക്ക് പണി കിട്ടി. കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാം. സ്വർഗമുണ്ട്, 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 പരലോകമുണ്ട്, ഹൂറികളുണ്ട്, മദ്യപ്പുഴയുണ്ട്, പൊരിച്ച മീനിന്റെ കരളും കട്ടിത്തേനുമുണ്ട്. ഹൂറികൾക്കിനിയും വീർത്ത മാറിടമുണ്ട്. സംഘഗാനം ഒറ്റയ്ക്ക് പാടിത്തരുന്ന ഹൂറി ഗായികമാരുണ്ട്. അതുണ്ട് എന്നൊന്ന് വിശ്വാസികളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ഉസ്താദുമാര് കിടന്ന് പെടുന്ന പാട് പടച്ചോനെ നീ കാണുന്നില്ലേ? എന്തിനാ പടച്ചോൻ ഇത്രയും പാട് പിടിപ്പിക്കുന്നത് വിശ്വാസികളെ കൊണ്ട്? ഇവരുടെ മനസ്സിലേക്ക് ആ വിശ്വാസത്തിന്റെ കാറ്റൊന്ന് അടിച്ചാ പോരെ? പടച്ചോൻ വിചാരിച്ചാല് നിഷ്പ്രയാസം സാധിക്കില്ലേ? ഒരു ഉസ്താദ് കിടന്ന് പെടുന്ന പാട് കാണുമ്പോ എനിക്ക് വിഷമം വന്നിട്ടാ ഞാനിത് പറയുന്നത്. എന്താണ് ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത്? സ്വന്തം പെങ്ങളെ അവിഹിത ബന്ധത്തിൽ ഏർപ്പെടാമോ? സ്വന്തം മാതാവുമായി അവിഹിതമാകാമോ? പരലോകത്ത് പൂർത്തീകരിക്കപ്പെടാൻ വിഹിതമായ അടക്കി വെച്ച വിഹിതമായ ആഗ്രഹങ്ങൾ പരലോകത്ത് പൂർത്തീകരിക്കപ്പെടും എന്ന് വിശ്വസിക്കുന്നില്ല എങ്കിൽ ഇവിടെ പൂർത്തീകരിക്കപ്പെടുന്നത് തന്നെയാണ് യുക്തി. കാരണം അങ്ങനെ ഒരു ഇഷ്ടം, ഒരു ആഗ്രഹം ഉണ്ടായാൽ ആ ആഗ്രഹത്തെ ഇവിടെ പൂർത്തീകരിക്കണം. ഞാൻ പറയുകയാണ്, എനിക്ക് പരലോകമില്ലായിരുന്നുവെങ്കിൽ, ദൈവമില്ലായിരുന്നുവെങ്കിൽ ഞാൻ കണ്ണു വെട്ടിച്ച് കൊള്ളക്കാരനായേനെ. ഞാൻ ഇപ്പൊ ജീവിക്കുന്ന ഈ സാമ്പത്തിക ഭദ്രത പോലെ എനിക്ക് കൊള്ള ചെയ്താണെങ്കിലും ശരി എനിക്ക് സമ്പന്നനാകേണ്ടിയിരുന്നു. നിങ്ങൾക്ക് പിടികിട്ടില്ല? മനസ്സിലായില്ല? ഇത് ഒരിക്കൽ കേട്ടാ തിരിയത്തില്ല. ചെവി തുറന്നു വെച്ച് ശ്രദ്ധിച്ച് കേൾക്ക്. ഇവിടെ പൂർത്തീകരിക്കാൻ സാധിക്കാത്ത ആഗ്രഹങ്ങളൊന്നുമില്ല യുക്തിവാദിക്ക്. അതുകൊണ്ട് ഇവിടെ തന്നെ തീർക്കണം. ഇനി അതല്ല,
ഉമ്മയെയും പെങ്ങളെയും ഒന്ന് കളിക്കാൻ കിട്ടിയാൽ കൊള്ളാം എന്നൊരു മുസ്ലിം യുവാവ് ആഗ്രഹിച്ചാൽ പരലോകത്ത് അവരെ ഒരുക്കി നിർത്തുമെന്ന് പടച്ചോൻ. എന്റെ പൊന്നു പിഴച്ചോനെ, വേശ്യാലയവും ഉണ്ടാക്കി വെച്ചിട്ട് ഇവിടെയുള്ള ആളുകളെയൊക്കെ ഇങ്ങനെ കമ്പിയാക്കി അവിടെ ഇങ്ങക്ക് ഇരുന്നാ മതിയല്ലോ. 10,000-70,000 മലക്കുകൾ താങ്ങി നിർത്തുന്ന സിംഹാസനത്തിൽ ഇരിക്കുക. അപ്പൊ ആ കുണ്ടി എന്തൊരു കുണ്ടിയായിരിക്കുമെന്ന് ചിന്തിച്ചു നോക്കിക്കേ. 70,000 മലക്ക്, ആ സിംഹാസനം എന്തമാതിരി സിംഹാസനം. ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോ, പതിയെ പതിയെ കേട്ടാലേ മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് അനുവാചകരെ ശാന്തരാകൂ. ഇനി കേൾക്കണം. സ്വന്തം പെങ്ങളെ മായി അവിഹിത ബന്ധത്തിൽ ഏർപ്പെടാമോ? സ്വന്തം മാതാവുമായി അവിഹിതമാകാമോ? പരലോകത്ത് പൂർത്തീകരിക്കപ്പെടാൻ വിഹിതമായ അടക്കി വെച്ച വിഹിതമായ ആഗ്രഹങ്ങൾ പരലോകത്ത് പൂർത്തീകരിക്കപ്പെടും എന്ന് വിശ്വസിക്കുന്നില്ല എങ്കിൽ ഇവിടെ പൂർത്തീകരിക്കപ്പെടുന്നത് തന്നെയാണ് യുക്തി. ഇവിടെ ആഗ്രഹിച്ചല്ലോ, അപ്പൊ ഇവിടെ ആഗ്രഹിക്കുമ്പോൾ ഇവിടെ ഇത് പാടില്ല. പരലോകത്ത് എന്റെ പെങ്ങളെ എനിക്ക് കിട്ടും, എന്റെ ഉമ്മയെ എനിക്ക് കിട്ടും. ഇമാതിരി ചേറ്റത്തരം പറയുന്ന ഈ നാറികളെയൊക്കെ പബ്ലിക്കിൽ പിടിച്ചു നിർത്തി പച്ച മടലു വെട്ടി അടി കൊടുക്കാതെ ഇവനെയൊക്കെ പൂമാലയിട്ട് സ്വീകരിച്ച് ഉസ്താദാണ്, പണ്ഡിത ശിരോമണികളാണ് എന്ന് ആദരിച്ച് കൊണ്ടു നടക്കുന്ന ഒരു വിശ്വാസി സമൂഹത്തിന് നിനക്കൊന്നും ലജ്ജ തോന്നുന്നില്ലടാ നാറികളെ. ഇവന്റെയൊക്കെ ഈ ചെറ്റത്തരവും നാറിത്തരവും കേട്ടിട്ട് ഇവന്റെയൊക്കെ കയ്യിൽ വിലങ്ങ് വീഴേണ്ടുന്ന സമയം അതിക്രമിച്ചിട്ടില്ലേ? ഇവനെയൊക്കെ ജയിലിൽ അടക്കേണ്ടുന്ന സമയം അതിക്രമിച്ചിട്ടില്ലേ? അതായത് പരലോകത്തിൽ വിശ്വസിക്കാത്ത ആളുകൾക്ക്, സ്വർഗത്തിലും നരകത്തിലും അള്ളാഹുവിലും വിചാരണയിലും വിശ്വസിക്കാത്ത യുക്തിവാദികൾക്ക് ഇവിടെ ഉമ്മയെയും മകളെയും അവിഹിതത്തിൽ ഏർപ്പെടാം എന്നാണ് ഉസ്താദ് പറഞ്ഞത്. അതായത് ഇവിടെ ആഗ്രഹിച്ചിട്ട് പരലോകത്ത് നമുക്കത് കിട്ടും എന്ന് വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ അത് പൂർത്തീകരിക്കാമെന്ന്. അപ്പോൾ പരലോകത്ത് ഉമ്മയെയും പെങ്ങളെയും ഒരുക്കി വെച്ചിട്ടാണോടാ നിന്റെ പിഴച്ചോനായിട്ടുള്ള വേശ്യാലയം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പടച്ചറബ് നിൽക്കുന്നത്? ഇത് വിശ്വാസികൾ കേൾക്കണം. നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ആശയത്തെയാണ് ഇദ്ദേഹം ഈ പറയുന്നത്. ഉമ്മയെയും പെങ്ങളെയും പടച്ചവൻ റെഡിയാക്കി തരുമെന്ന് 7 സ്റ്റാർ വേശ്യാലയം ഉണ്ടാക്കി വെച്ചിരിക്കുവാണെന്ന്. ആ ഡിജിറ്റൽ ക്യാമറക്കകത്തിരുന്ന് അല്ലാഹു ഇങ്ങനെ കണ്ടിട്ട് ആസ്വദിക്കുമായിരിക്കും അല്ലേ ഉമ്മയെയും പെങ്ങളെയും ഒക്കെ മകൻ ഉപയോഗിക്കുന്നത്. എന്തുവാടേ ഇതൊക്കെ? സ്വന്തം പെങ്ങളെ മായി അവിഹിത ബന്ധത്തിൽ ഏർപ്പെടാമോ? സ്വന്തം മാതാവുമായി അവിഹിതമാകാമോ? പരലോകത്ത് പൂർത്തീകരിക്കപ്പെടാൻ വിഹിതമായ അടക്കി വെച്ച വിഹിതമായ ആഗ്രഹങ്ങൾ പരലോകത്ത് പൂർത്തീകരിക്കപ്പെടും എന്ന് വിശ്വസിക്കുന്നില്ല എങ്കിൽ ഇവിടെ പൂർത്തീകരിക്കപ്പെടുന്നത് തന്നെയാണ് യുക്തി. കാരണം അങ്ങനെ ഒരു ഇഷ്ടം, ഒരു ആഗ്രഹം ഉണ്ടായാൽ ആ ആഗ്രഹത്തെ ഇവിടെ പൂർത്തീകരിക്കണം. ഞാൻ പറയുകയാണ്, എനിക്ക് പരലോകമില്ലായിരുന്നുവെങ്കിൽ, ദൈവമില്ലായിരുന്നുവെങ്കിൽ ഞാൻ കണ്ണു വെട്ടിച്ച് കൊള്ളക്കാരനായനെ. ഞാൻ ഇപ്പൊ ജീവിക്കുന്ന ഈ സാമ്പത്തിക ഭദ്രത കൊള്ളയടിക്കാലോ. കൊള്ള ചെയ്താണെങ്കിലും ശരി, എനിക്ക് സമ്പന്നനാകേണ്ടിയിരുന്നു. എനിക്ക് ഹെലികോപ്റ്റർ, ഒരു സ്വന്തം ഹെലികോപ്റ്റർ സ്വന്തമാക്കി ഇപ്പൊ ചീറി പറന്ന് നടന്നാൽ എന്താ കുഴപ്പം? തീർച്ചയായിട്ടും ഏതെല്ലാം സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടും പരലോകമില്ലായിരുന്നുവെങ്കിൽ, ദൈവമില്ലായിരുന്നുവെങ്കിൽ ഞാൻ കൊതിക്കുന്നതെല്ലാം ഞാൻ ചെയ്യുമായിരുന്നു. കാരണം എന്താ? നിയമത്തെ പേടിച്ചാണെന്ന് ഒരുപക്ഷെ പറഞ്ഞേക്കും. നിയമത്തിന്റെ കണ്ണുവെട്ടിക്കാൻ ആർക്കാ കഴിയാത്തത്? വയസ്തമിറു, ഈ നിക്കാഹ് എന്നുള്ള കാര്യം ദുനിയാവിലെ മാത്രം വിധിയല്ല, നിയമവ്യവസ്ഥിതിയല്ല, മറിച്ച് അത് സ്ഥിരമാകും ഹത്താ ഫിൽ ജന്ന, സ്വർഗം വരെയും. എന്നൊരു സ്വർഗത്തിലും വിവാഹമുണ്ട്. സ്വർഗത്തിൽ ആദനബി തുടങ്ങി വിവാഹം എന്നുള്ള കാര്യം. ഇനി ഓരോരുത്തരും സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോഴും അവിടെയും വിവാഹം കഴിക്കാൻ സാധ്യമാണ്. കാരണം ഫഇന്നഹു യജൂസു ലിൽ ഇൻസാനി, അപ്പോൾ തീർച്ചയായും മനുഷ്യന് അനുവദനീയമാണ് അന്നിക്കാഹു ഫിൽ ജന്ന, സ്വർഗത്തിൽ നിക്കാഹ് കഴിക്കാം. അവന് സ്വർഗത്തിൽ വിവാഹം ആവശ്യമുണ്ട് എങ്കിൽ വിവാഹം കഴിക്കാം. വലൂലി മഹാരിമിഹി, ദുനിയാവുമായിട്ടുള്ള വിധിയിൽ എതിരുണ്ട്. ദുനിയാവിൽ നമുക്ക് പലരെയും വിവാഹം കഴിക്കുന്നതിനെ നിഷിദ്ധമാക്കിയിട്ടുണ്ട്. നമ്മുടെ ഉമ്മ, അതുപോലെ തന്നെ നമ്മുടെ മക്കള്, നമ്മുടെ പിതാവിന്റെ സഹോദരന്മാര്, അതുപോലെ നമ്മുടെ ഉമ്മയുടെ സഹോദരിമാര്, ഇങ്ങനെ തുടങ്ങി നമ്മുടെ സഹോദരിമാര്, ഇങ്ങനെ തുടങ്ങി പലരെയും വിവാഹം കഴിക്കൽ നിഷിദ്ധമാക്കിയിട്ടുണ്ട്. എന്നാൽ സ്വർഗത്തിലെ നിയമം മറ്റൊന്നാണ്. സ്വർഗത്തില് നമുക്കിവിടെ ദുനിയാവിൽ വിവാഹബന്ധം ഹറാമായ പലരെയും നമുക്ക് സ്വർഗത്തിൽ വിവാഹം കഴിക്കാൻ പറ്റും. മാ അദൽ ഉസൂല വൽ ഫുറൂഅ, നമ്മുടെ മാതാവ്
മാതാവിന്റെ മാതാവ്, അങ്ങനെ തുടങ്ങി ഉള്ള നമ്മുടെ അസലുകളും, അതുപോലെ തന്നെ ഫുറു, നമ്മുടെ മക്കൾ, നമ്മുടെ പെൺമക്കളുടെ മക്കൾ, അവരുടെ മക്കൾ, ഇങ്ങനെ തുടങ്ങി ആ ഫുറു, നമ്മുടെ ശാഖയും അതുപോലെ നമ്മുടെ അസലും, ഇവ ഒഴികെയുള്ള ബാക്കിയുള്ള ബന്ധങ്ങളൊക്കെ അവിടെ അനുവദനീയമാണ്. ഉദാഹരണം, നമ്മുടെ ഇവിടുത്തെ സഹോദരിമാർ സ്വർഗത്തിൽ വിവാഹം കഴിക്കൽ അനുവദനീയമാണ്. ഇവിടുത്തെ പിതാവിന്റെ സഹോദരി ഇവിടെ നിഷിദ്ധമാണ്, എന്നാൽ അവിടെ സ്വർഗത്തിൽ അനുവദനീയമാണ്. സ്വന്തം പെങ്ങളെ എന്തുവാടേ ഇത്? ഉമ്മയെയും പെങ്ങളെയും, ഇത് എന്തു വാടാ ഇതൊക്കെ? കളിക്കാൻ വേണ്ടി മാത്രം ഒരു മതം, കളിയെക്കുറിച്ച് പഠിപ്പിക്കാൻ വേണ്ടി മാത്രം ഒരു പരിവാചകൻ, വേശ്യാലയം ഉണ്ടാക്കി വെക്കാൻ വേണ്ടി മാത്രം ഒരു പിഴച്ചോൻ പരലോകത്ത്. എന്തൊക്കെയാ, എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നറിയണ്ടേ? കേട്ടോ, 3 കളികൾ ബാത്തിലല്ല. അതുകൊണ്ട് ദീനിന് ഉപകാരം കിട്ടുമെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ധാരാളം പ്രതിഫലം കിട്ടുന്നതാണ്. ഒരു കളി ഏതാണെന്നറിയാമോ? അമ്പേര് നടത്തുന്ന കളിയുണ്ടല്ലോ, അത് ബാത്തിലല്ല, പ്രതിഫലം കിട്ടുന്ന കളിയാണ്. അത് എന്തേ അങ്ങനെ പറയാനുള്ള കാരണം? പഴയ കാലങ്ങളിൽ യുദ്ധങ്ങളെല്ലാം നടന്നിരുന്നു. ആ യുദ്ധങ്ങൾക്ക് ആവശ്യമുള്ള ഒന്നാണ് അമ്പയർ എന്നത്. ഇന്ന് പിന്നെ ഏതായാലും മക്കളി വേണമെന്ന് തോന്നുന്നില്ല. അന്ന് അത് അനിവാര്യമായതുകൊണ്ട് അമ്പയർ നടത്തിയിട്ടുള്ളൊരു പ്രാക്ടീസ് ഉണ്ടല്ലോ, അത് ദീനിന് ഉപകാരം കിട്ടുന്നതായിരുന്നു. അതുകൊണ്ട് അക്കളി ബാത്തിലല്ല, പ്രതിഫലം കിട്ടുന്ന കളിയാണ്. രണ്ടാമത്തെ ബാത്തിലല്ലാത്ത കളി ഏതാണെന്നറിയാമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വതഅദീബുക ഫറസക, കുതിരക്ക് അച്ചടക്കം പഠിപ്പിക്കലുണ്ടല്ലോ. നിങ്ങൾ യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്ന കുതിര, ആ കുതിരക്ക് അദബ് പഠിപ്പിക്കൽ, നിങ്ങൾ പറഞ്ഞതനുസരിച്ച് കേൾക്കുന്ന ഒരു പരുവത്തിലേക്ക് കുതിരയെ എത്തിക്കൽ. അത് എപ്പോഴാണ്? കുതിരക്ക് അച്ചടക്കം പഠിപ്പിക്കുമ്പോഴാണ്. അതും യുദ്ധങ്ങളിലെല്ലാം ഉപകരിക്കുന്ന മൃഗമായതുകൊണ്ട് അതിന് അദബ് പഠിപ്പിച്ചാൽ ദീനിന് നേട്ടമുണ്ട്. അത് ആ കാലങ്ങളിലെല്ലാം ഉള്ളത് കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞത്. അതുകൊണ്ട് അക്കളിയും ബാത്തിലല്ല. എന്നാൽ ഈ 2 കളിയും ഇന്ന് അപൂർവമാണ്. മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കളിയുണ്ട്, അത് ഇന്നും നിലവിലുണ്ട് കേട്ടോ. അക്കളി ബാത്തിലല്ല, ധാരാളം പ്രതിഫലങ്ങൾ കിട്ടുന്ന കളിയാണ്. ആ മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കളി ഏതാണ്? അവിടുന്ന് പറഞ്ഞില്ലേ, വമുലാഅബതുക അഹ്ലക, ഓ പുരുഷന്മാരെ, നിങ്ങളുടെ ഭാര്യമാരോട് കളിക്കുന്ന കളിയുണ്ടല്ലോ. ഓ ഉമ്മമാരെ, സഹോദരിമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാരോട് കളിക്കുന്ന കളിയുണ്ടല്ലോ, അത് ബാത്തിലായ കളിയല്ല. ആ കളിക്ക് ധാരാളം പ്രതിഫലം അല്ലാഹുവിങ്കലിൽ നിന്ന് ലഭ്യമാണ്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി ഉമ്മമാരോടും സഹോദരിമാരോടും കൂടി വിളിച്ചിട്ട് ഈ കളിയെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ശരിക്കു പറഞ്ഞാൽ ഈ മതത്തിന്റെ മാനവികത, ദാർശനികത, മാതൃകയല്ലേ, മാതൃകത്വമില്ല, മാതൃക, ഇതൊക്കെ ആളുകൾക്ക് കുറച്ചുകൂടി മനസ്സിലായത്. നന്ദി.